ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ റഷ്യയുടെ മോസ്കോയോട് വിട പറഞ്ഞ് അലക്സേറിനോട് വിട പറഞ്ഞ് നമ്മളങ്ങനെ ചെച്ചനിലേക്ക് പോകുന്ന വഴിക്കാണ് ഞങ്ങളുടെ മൂട്ടിൽ കൂടെ പുക വരുന്നുണ്ട്. അത് ആ ഹീറ്ററിൻ്റെ ആണ്. ഗൈസ് നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ് അതായത് CO തള്ളുന്നതാണ് ആ കാണുന്നത്. പിന്നെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ, നമ്മൾ ആ റോഡാണ് ഈ റോഡാണ്? യെസ് മാൻ, എനിക്കറിയാലോ ഇതിലെ അല്ലല്ല, അതായത് അത് ലോക്കൽ റോഡാ, ടോൾ റോഡ് വേറെയാ. ആണോ? ഉറപ്പല്ലേ? ഗൈസ് നോക്കൂ, ഞങ്ങൾ നോൺ ടോൾ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റാണ്. അത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഈ കൊടിയിലേക്ക് നോക്കിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ഈ സ്ഥാനത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇന്നലെ രാത്രിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട പമ്പ് ഇതാണ്. ഇന്നലത്തെ വീഡിയോ കണ്ട് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ഒരു പമ്പിലാണ് കിടന്നുറങ്ങിയത്. ഇഷ്ടംപോലെ ട്രക്കുകളുണ്ടായിരുന്നു. പക്ഷേ രാവിലെ അവർ കറക്റ്റ് സമയത്ത് എണീറ്റ് പോയി. ഞങ്ങൾ ഇതേപോലെ ശങ്കരം വീണ്ടും തെങ്ങൽ ഞങ്ങൾ 11 മണിയായപ്പോൾ ഞങ്ങൾ എന്നെ ഇവിടെ കൊണ്ടിടാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഫുള്ള് ചെക്കിംഗ് ആയിരുന്നു. വഴി മൊത്തം ഓടാൻ പറ്റുന്നില്ല. പാസ്പോർട്ട് അത് ഇത് മറ്റേതാ മറിച്ചതാ, പിന്നെ അവർക്ക് കൊടുക്കാനുള്ള കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പമ്പ് കയറ്റി കിട്ടും. പകലെന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടാവില്ല. ഈ വണ്ടി കൂടുതലായതുകൊണ്ട് അവർ അതിന് നിൽക്കൂല. ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടി ലോങ്ങിൽ നിന്ന് കാണും, അവരപ്പുറം പോയി നിൽക്കുകയും ചെയ്യും. എന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഈ കാണുന്ന പമ്പില് DT ഇല്ല, വിന്റർ DT മാത്രമേ ഉള്ളൂ. വിന്റർ DTയുടെ വില എന്ന് പറഞ്ഞാൽ 66.80 പക്ഷേ നോർമൽ DTക്ക്, അതായത് നോർമൽ ഡീസലിന് അത്രയും പൈസ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അടിക്കുന്നില്ല. അടുത്ത ഏതെങ്കിലും പമ്പിൽ നിന്ന് അടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ വഴിയാണ് നമുക്ക് നേരെ പോകേണ്ടത്. ഇത് ചെച്ചനേക്കുള്ള റൂട്ടാണ്. അതുപോലെ തന്നെ ജോർജിയക്കുള്ള റൂട്ടും ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ. ഈ തൊട്ടു ഫ്രണ്ടിലൊക്കെ കൃഷിപ്പാടങ്ങളാണ്. ഇത് കണ്ടോ, ഇതൊക്കെ കൃഷി അതുപോലെപ്പെട്ട സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അത് തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ വീടുകളും സംവിധാനങ്ങളൊക്കെ തൊട്ട് ഫ്രണ്ടിൽ കണ്ടു തുടങ്ങി. ഗൈസ് നോക്കൂ, ഇന്ന് ഫ്രണ്ടിലേക്ക് അതിമനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മുട്ടി തുറന്ന് നമ്മൾ നല്ല നല്ല മഞ്ഞില്ലാത്ത ഗ്രാമങ്ങളിൽ നിന്ന് കയറും. യെസ് ഗൈസ് നോക്കൂ, അപ്പൊ ചലോ ജോർജിയ, ചലോ ചെച്ചനെ. രാവിലെ തന്നെ ഞാൻ കയറി ഗ്ലാസ് ഒക്കെ വൃത്തിയാക്കി നന്നായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഈ ഗ്ലാസും അപ്പുറത്തെ ഗ്ലാസ്സൊക്കെ. വണ്ടി മാത്രം കഴുകാൻ പറ്റില്ല കേട്ടോ. ഇവിടെ അസഹനീയമായ തണുപ്പാണ്. ഫീൽ ലൈക്ക് വെരി വെരി ഹൈ ഗൈസ്, വെരി വെരി ഹൈ ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഗൈസ് നോക്കൂ, ഇനി ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് 1550 കിലോമീറ്റർ ആണുള്ളത്. ഗൈസ് നോക്കൂ, നമ്മുടെ ഹീറ്റർ ഇട്ടു. അതിന്റെ ടെമ്പറേച്ചർ ഞാൻ കുറച്ചായിട്ടാക്കുന്നത്. അതിന്റെ കുഴൽ അവൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പുതിയ സാധനമാണ്. ഇത് നമുക്ക് ലിബിനും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ കാണിച്ചു തരാം. ഹലോ എടാ ലിബിനെ, അങ്ങോട്ട് തിരിയടാ. അങ്ങനെ സംസാരിക്കാൻ പറ്റും. നല്ല ഒച്ച കേക്ക് കേട്ടോ. നമ്മൾ നോക്കണം. ഇത് നല്ല സൗണ്ട് ഉണ്ട്. എടാ നീ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കാട്ടോ. ഇനി ഫ്രണ്ടിലേലും വണ്ടിയൊക്കെ നിൽക്കുമ്പോൾ വണ്ടി മാറ്റി തരൂ പ്ലീസ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന സാധനമാണ്. വലിയ പൈസ ആയില്ല, 1500 ഉള്ളൂ. പിന്നെ ഇതാ ഇന്നലെ മേടിച്ച കുരിശ്, ഇതാണ് ഇവിടുത്തെ റഷ്യൻ ഓർത്തഡോക്സ് കുരിശാണ്. അതൊന്ന്. അപ്പോൾ ഗൈസ് നോക്കൂ, ഫൈനലി ഇന്നത്തെ യാത്ര നമുക്ക് തുടരാം. ഇതൊക്കെ കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടാക്കുന്ന സ്ഥലങ്ങളാട്ടോ. അതായത് മഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോൾ സംഭവമൊക്കെ കളം മാറി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. നിനക്കോടാ ഇനി ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് പച്ചപ്പും കൃഷിയുമായിരിക്കും. എനിക്ക് തോന്നുന്നു ചോളം അങ്ങനത്തെ എന്തെങ്കിലും സാധനമായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഗൈസ് തൊട്ടിപ്പുറം ഏകദേശം ഇതേപോലെ തന്നെയാണ് കേട്ടോ. കൃഷിക്ക് വേണ്ടി സ്ഥലങ്ങൾ ഒരുക്കിയിട്ടേക്കുവാണ്. ഇന്നൊരു മങ്ങലായ കാലാവസ്ഥയാണ്. ഇവിടെ അങ്ങനെ വലിയ ആൾക്കാരൊന്നും കാണാറില്ല. ട്രാക്ടറൊക്കെ വന്നാന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്ത് ലെവലാക്കി കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. നോക്കിയേ, ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇതേപോലെ കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ മഞ്ഞ് വീഴ്ച ഉണ്ടാവില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ എങ്ങനെ ചെയ്തത്. ഗൈസ് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോകുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ വഴി കേട്ടോ. നല്ല തിരക്കല്ലടാ ലിബിനെ. അതായത് ഇന്നലെ രാത്രി ഒരു തുള്ളി തിരക്കില്ലായിരുന്നു. ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും ലോറിക്കാരൊക്കെ വന്നതോടുകൂടി നല്ല തിരക്കായി. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ 2 ലൈനേ ഉള്ളൂ, 4 വരിയല്ല. 4 വരി ഉണ്ട്. 4 വരിക്ക് ഏകദേശം നമ്മൾ അവിടെ എത്താൻ ഏകദേശം 8000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. 8000 രൂപ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനേക്കാളും നല്ല റോഡെന്ന് വെച്ചാൽ നമ്മളെ അപേക്ഷിച്ച് ഈ റോഡ് തന്നെയാണ് നല്ലത് അല്ലേ? നമ്മുടെ തടിക്കും നമ്മുടെ കേടിനും നമ്മുടെ വണ്ടിക്കും എല്ലാത്തിനും അല്ലേ? പ്രശ്നബാധിത മേഖലകളിലുണ്ടല്ലോ ഇവരുടെ യാൻഡസിന്റെ GPS കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. എനിക്ക് തോന്നുന്നു കറക്റ്റ് നമ്മൾ ശരിക്കും ഫ്രണ്ടിലേക്കാണ് വേണ്ടത്. പക്ഷെ ഇത് നേരെ തലതിരിഞ്ഞ് കാണിക്കുന്നത്. റഷ്യ ബോർഡർ സൈഡ് എന്തോ കാണാന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ആയിരിക്കാം. ഇത് ക്യാമറ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റ് നോക്കി കഴിഞ്ഞൊരു പെട്ടി കഷ്ണം പോലത്തെ സാധനം കണ്ടു. ഇവിടെ ഫുള്ള് ക്യാമറ ആട്ടോ. ഇതേ ഇരിക്കുന്നത്. ഇത് കണ്ടോ കണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്കൊക്കെ നദിയുണ്ട്. ഒരു ആള് മാത്രം ഇരുന്ന് മീൻ പിടിക്കുന്നത്. ഏറ്റവും വലിയ ഡേഞ്ചറാന്ന് പറഞ്ഞത് ഓരോ വർഷം കുറെ പേര് അപകടത്തിൽപ്പെട്ടു. ഒരു വർഷത്തിൽ ഇത്ര പേരെങ്ങാണ്ട് ഇവിടെ മരണപ്പെടുമെന്നാ പറഞ്ഞത്. ഇതിന്റെ അകത്ത് ഇങ്ങനെ ഐസിന്റെ അകത്തോട്ട് വീണിട്ട്. ഇപ്പൊ ഇതിന്റെ ഡെൻസിറ്റി കുറയും പോലും. അത് ആ വഴിക്ക് അവിടെ ഇരുന്നൊരു പുള്ളി പിടിക്കുന്നുണ്ട് കേട്ടോ. വഴിയല്ല, ഈ ആ ഒരു നദിക്കകത്തിരുന്ന്.
ലൂക്കിലെത്തി. ലൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അത്യാവശ്യം വലിയ പമ്പാണ്. DT ഉണ്ടോ? DT നമുക്ക് എണ്ണയില്ല കേട്ടാ, ഒരു തുള്ളി എണ്ണയില്ല. നമുക്ക് എണ്ണ അടിച്ചേ പറ്റൂ. എണ്ണ അടിച്ച് കാന പിയാക എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം അല്ലേ? അതായിരിക്കില്ല നല്ല. ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം കേട്ടോ, അതായിരിക്കും നല്ലത്. ഈ ലൂക്ക് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇവിടുത്തെ ഏറ്റവും വലിയ ഓയിലാണ് ലൂക്ക് ഓയിൽ. ഇത് ഈ വിന്ററിന്റെ മറ്റേ സാധനം കണ്ടോ, റേഡിയേറ്ററിൽ ഒഴിക്കുന്നത് ഡീസൽ, നമ്മുടെ വൈപ്പറിൽ ഒഴിക്കുന്നതൊക്കെ കേട്ടോ. ഡീസൽ DT ഡീസൽ. ഫുൾ ടാങ്ക്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നമ്മൾ ആദ്യം എണ്ണ അടിച്ചിട്ടാണ്, ഇതുണ്ടോ ഇതേപോലെ എണ്ണ അടിച്ചിട്ടാണ് അവിടെ പോയി ബില്ല് കൊടുക്കേണ്ടത് കേട്ടോ. ഈ ലൂക്കിൽ മാത്രമേ അതുള്ളൂ. മറ്റേ പമ്പിലൊക്കെ എന്ന് വെച്ചാൽ ആദ്യം പൈസ കൊടുക്കണം, അത് തന്നെ അടിക്കണം. ലൂക്കിലാണ് ആൾക്കാരുണ്ട് അടിച്ച്. നമ്മൾ എത്ര എണ്ണാന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ മറ്റേ സ്ഥലത്ത് പോയി അടിക്കുക. ഏകദേശം ഒരു കാൽക്കുലേറ്റ് പറയുക. ഇവിടെ നേരെ തലതിരിഞ്ഞാട്ടോ. ഇതാണ് ഇവിടെ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് പോയി എണ്ണ അടിക്കുക. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത് ഈ ഗ്രാമം കേട്ടോ, പക്ക ഗ്രാമം എന്ന് വെച്ചാൽ പക്ക ഗ്രാമമാണ്. അതിൻ്റെ അകത്ത് ഇതേപോലത്തെ ഒരു പമ്പുണ്ട്. എല്ലാ സ്ഥലത്തുനിന്നും വലിയ പമ്പൊന്നുണ്ടല്ലോ. ഇവിടുന്ന് എന്തെങ്കിലും മേടിക്കുക, കഴിക്കുക. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഛർദ്ദിച്ചു. ഇതിനെക്കുറിച്ച് പറയാം കേട്ടോ. ഇതുണ്ടോ, ഇതിലാണ് പോകേണ്ടത്. ഇവിടുന്ന് തന്നെ നമുക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് പോവാം. ഇതുണ്ട്, ഇതൊരു ഗ്രാമം കേട്ടോ. വലിയ വീടുകളോ സംവിധാനങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് വീടുകൾ നമുക്ക് പോകുന്ന വഴി കിട്ടില്ല ഗ്രാമങ്ങൾ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിലും നമുക്ക് കയറണം. ലിബിനും അപ്പാപ്പനും തമ്മിൽ അവിടെ എന്തോ ചിരിയും കളിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ലിബിനെ ന്യൂട്രടിക്കാൻ തോന്നുന്നു. ഗൈസ് എന്തായാലും ഫൈനലി നമുക്ക് എണ്ണ അടിച്ചു. അതിന് ശേഷം ലിബി ഇവിടെ കയറി വന്നു കേട്ടോ. ഇവിടെയാണ് നമ്മൾ പറയേണ്ടത്. ഇതൊരു കഫേ പോലെ കേട്ടോ, എല്ലാ സാധനങ്ങളും കിട്ടും. ഞങ്ങൾ സ്ഥിരം കഴിച്ചോണ്ടിരുന്ന സാധനം ഇതാ. അതിപ്പം ഞങ്ങൾ നിർത്തി. പൈസ കൊടുത്തു. 4 പറഞ്ഞോ? 4 പറഞ്ഞോ? അല്ല അപ്പുറത്തെ വണ്ടിയുടെ നമുക്ക് കിട്ടും. 4 പറഞ്ഞതേ. ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ സംസാരിക്കാനൊന്നും പാടില്ല. നമുക്ക് ബർഗർ വേണേൽ ബർഗർ മേടിക്കാം, ഇങ്ങനത്തെ വേണേൽ ഇത് മേടിക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ സംഭവം. ഇവനെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ടൗണ് വിട്ട് വരുമ്പോൾ ഗ്രാമത്തിലോട്ട് വരുമ്പോൾ ഫുഡിൻ്റെ പൈസയും കുറയുന്നുണ്ട്. ഇത് ഈ പമ്പിൽ എല്ലാ സംഭവം കിട്ടും കേട്ടോ. അത് ഞാൻ പൈസ എടുക്കുന്നുണ്ട്. നീ അതിൻ്റെ അഭിപ്രായം പറയാൻ പോകാതെ. ഇത് അതിന് 300 മില്യൺ ഉണ്ട്. അത് കൂടുതൽ നമുക്ക് കുടിക്കാൻ പറ്റുമോ? നോക്കൂ, പാവം കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു. അതിന്റെ സംഭവം ഇവിടെ വെച്ചാൽ വലിയ ഗ്ലാസ് കിട്ടും, നമുക്ക് കുടിക്കാൻ പറ്റൂല. നമുക്ക് കളഞ്ഞിട്ട് പോകും. ചേച്ചിമാർ പാവങ്ങളാട്ടോ. ഈ ഇങ്ങോട്ടൊക്കെ വരാൻ നേരത്തെ ഒരു പാവങ്ങളാണ്. ടൗണിലാണ് നമ്മളോട് മിണ്ടാനൊക്കെ പാട്. എന്തായാലും ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ടു. അപ്പോൾ ഇന്നത്തെ ദിവസം ഓക്കെ ആവും. ഇന്നത്തെ ദിവസം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് ഇവിടുന്ന് തന്നെ എല്ലാ പരിപാടിയും കഴിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന് രാത്രി നിർത്തിയാൽ പോലെ. നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന ഇതിൻ്റെ അകത്ത് പോകട്ടോ, അതാ ഫ്രഷ് ആകാൻ പോകാൻ പറ്റും. ഇവിടെ എല്ലാ സാധനം കിട്ടും കേട്ടോ. ആർക്കില്ല എന്തെങ്കിലും വേണം എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. അതിനാ ഞാൻ കാർക്ക് മേടിച്ചു തരാം. പക്ഷെ ഇവിടെ ഇല്ലാത്ത സാധനമില്ല കേട്ടോ. നമ്മുടെ വണ്ടിയിലേക്ക് വേണ്ട എല്ലാ സാധനവും ഇവിടെ കണ്ടോ. ഇത് കഴിഞ്ഞൊഴുകിയില്ലോ. സാധനം കിട്ടുന്നു. ഇവിടെ എന്താണെന്ന് തോന്നുന്നു ഷുഗർ 2-3 പൊട്ടിച്ചിട്ടാ കേട്ടോ. ഷുഗർ ഇടുന്നു, 3 ഷുഗർ. ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി ഓക്കെ. എന്നിട്ട് കോലെടുത്താൽ മതി കേട്ടോ. ഈ സാധനം കുടിച്ചാൽ ഉറക്കം വരികയില്ല. എത്ര ഉറങ്ങിയിട്ട് ഉറക്കം കിട്ടുന്നുമില്ല കേട്ടോ. കാരണം രാത്രി കണ്ടിന്യൂസ് കിടന്ന് ഓടുന്നതുകൊണ്ടേ ഉറക്കമെന്ന് പറഞ്ഞ സാധനമില്ല. ഇളക്കുന്ന കോല്. നൈസ്, സാധനം റെഡി ഗൈസ്. സാധനം അതിൻ്റെ പേര് നോക്കി വെച്ചാൽ 2 ദിവസം കൂടെ അല്ലേ ഉള്ളല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഇത് കുടിക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. സാധനം ഒരു കോഫിയും ഒരു ബർഗറും. പിന്നെ ഇന്നത്തെ ദിവസം ഒരു സാധനമില്ല. ഇന്നലെ ഞങ്ങൾ മറ്റേ ശശിലേക്ക് പറഞ്ഞു, ചിക്കനും മട്ടനും. ഛർദി എന്ന് പറഞ്ഞാൽ ഛർദിയായിരുന്നു കേട്ടോ. കാരണം ചുട്ടതായിരുന്നു. പകുതി വെന്തിട്ട് വേറെ ഒന്നും ഇട്ടില്ല, വെറുതെ കനലിട്ടിട്ട് എടുത്തു. അല്ല, ഇത് മാത്രമല്ല, അതിൻ്റെ അകത്ത് വെന്തിട്ടില്ലായിരുന്നു. എൻ്റെ അകത്ത് ചൊകരയായിരുന്നു. ആണോ? എൻ്റെ കുഴപ്പമില്ല, കയ്പായിരുന്നു, കഴിക്കാൻ പറ്റില്ല. അപ്പം ഇന്നലെ പട്ടണിയായിരുന്നു ഗൈസ്. നമ്മുടെ ബർഗർ വന്നു. നല്ല ബർഗറായിരിക്കണേ. വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ കൈ ഇടുന്ന മറ്റേ സാധനം കൂടെ മേടിക്കായിരുന്നു കേട്ടോ. അതിനാ ഇത് ചീസ, ഫുൾ ചീസ. ഇന്നത്തെ ഭക്ഷണം നമ്മുടെ പെട്ട സാധനം. അടിപൊളി കേട്ടോ, നല്ല സാധനം. പക്ഷേ ദേഹത്ത് പറ്റും.
ഏതാണ്ട് 1 മണിക്കൂറായി ഞങ്ങൾ ഈ വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. ഭക്ഷണം കഴിച്ചു, അതേപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കർത്തവ്യങ്ങളൊക്കെ പൂർത്തിയാക്കി. അല്ല വേറെ വല്ല രാജ്യത്ത് വേറെ വല്ല സ്ഥലത്തും അല്ലേ എടുക്കണ വണ്ടി? അല്ല, ഇവിടുത്തെ രീതി ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കൂടാ, ചിലപ്പോൾ യൂറോപ്പിലൊക്കെ ഇങ്ങനെ ആയിരിക്കും, നമുക്ക് അറിയത്തില്ലല്ലോ. നമുക്ക് എന്തായാലും ഫൈനലി വണ്ടി എടുക്കാം കേട്ടോ. ഇതൊക്കെ അനൗൺസ്മെൻറ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചറാണോ? പഞ്ചറാന്ന് തോന്നുന്നു കേട്ടോ. ലിബിനെ ഇല്ല, എയർ കുറവാ, എയർ അടിക്കണം. എയർ കുറവാ. താങ്ക് യു. എന്തൊക്കെയാ പറയുന്നുണ്ട്. എയർ കുറവാട്ടോ. എവിടെ? എല്ലാ ടയറിനും. അന്ന് ഇവിടുന്ന് തന്നെ അടുപ്പിക്കാം. എവിടെയുള്ള ഉണ്ടാവും ഐസ് 4 വീലിന് എയർ അടിക്കണം കേട്ടോ. നല്ല കുറവാ. എടാ 45 എങ്ങനെ കാണിച്ചു കൊടുക്കാം? പുള്ളിക്കാരന് ഞങ്ങളൊരു 50 രൂപ കൊടുത്തു. അപ്പോൾ 50 രൂപ കൊടുത്തപ്പോൾ 4 ടയറിനും പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ അതിന് എയർ ഇല്ല എന്നുള്ളത്. സംഭവം ശരിയാ, സംഭവം ശരിയാട്ടോ. എയർ വളരെ കുറവായിരുന്നു. ഇനിയിപ്പോൾ എടാ എയർ കൂടുതലാണ് തെന്നാൻ സാധ്യത ഉണ്ടോ മഞ്ഞില്? അങ്ങനെയൊന്നുമില്ല. മറ്റേ മണലിൽ എയർ കുറഞ്ഞാലേ ഓടുള്ളൂ. ആണോ? മണലിൽ നമ്മൾ ഓടിനി എങ്ങനെയാണാവോ ദൈവത്തിനറിയാം. ഇതുണ്ട്, ഇത് എല്ലാ ടയറും അങ്ങ് അടിച്ചാൽ കേട്ടോ. ഇതുണ്ട്, ഇത് നല്ല രീതിയിൽ കുറഞ്ഞു. ഇത് നോക്കിയേ, കറക്റ്റ് ഇന്നത് മനസ്സിലതുണ്ടോ? അപ്പുറം അതേപോലെ തന്നെ 4 ടയറും അടിച്ചാൽ കേട്ടോ. ശ്രദ്ധിച്ച് നന്നായി. ഇവിടെ എല്ലായിടത്തും ഈ ഒരു ഫെസിലിറ്റി ഉണ്ടാവും. ഇതിങ്ങനത്തെ ഒരു പ്രത്യേകതരം കണ്ണ കേട്ടോ. ഇതിൻ്റെ അകത്ത് അളവ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയാൻ തോന്നുന്നു. നമ്മൾ 40 പറഞ്ഞേ? 45 ആണോ? ആ, ഇവർക്കറിയാം, ഇവർ സ്ഥിരം അടിക്കുന്നതല്ലേ. നമ്മുടെ മറ്റേ ഇതിൻ്റെ അല്ലേ കമ്പോർഡ് ചെയ്ത് നോക്കിയിട്ട് ഇവരടിക്കും. കമ്പോർഡ് ചെയ്തിന്റെ ഏകദേശം നീ പറഞ്ഞ കണക്ക് കറക്റ്റാണോ? അതിനാ 45 തന്നെയാണോ? നല്ല കാട്ടുണ്ട്. നീ പറഞ്ഞ കണക്ക് കറക്റ്റാണോ? വണ്ടിക്ക് സ്ഥിരം അടിക്കുന്ന 45 ആണോ? 60 വരെ പോകാം നമുക്ക്. 45 തൊട്ട് 60 വരെ ആണോ? കുറേ നേരം ഞങ്ങൾ വണ്ടി ഓടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് കുറേ കിലോമീറ്റർ ഓടിച്ചു കേട്ടോ. ഒന്നുമില്ല, ഇതേപോലെ വിസിബിലിറ്റി ഇല്ലാതെ കിടക്കട്ടെ. വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധനമില്ല കേട്ടോ. വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവ്. അപ്പം ഞങ്ങളെന്നാൽ തീരുമാനിച്ചു ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് കയറിയേക്കാം. എന്തുണ്ടോ ഇതുപോലെ കുരിശ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രാമമുണ്ട് ഉറപ്പാണ്. ബസ് സ്റ്റോപ്പും ഉണ്ട്, അവിടെ ഗ്രാമമുണ്ട് ഉറപ്പാണ് അല്ലേ? ഇവനെ എന്നാ നടത്തില്ല. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ നെറ്റ്വർക്ക് ഒന്നും വർക്ക് ആകാം. നെറ്റില്ല, നെറ്റും ഇല്ല, ഒരു സാധനം വർക്കാകുന്നില്ല. ഗൈസ് നമ്മൾ ഇത് കണ്ടോ, ഇതാണ് ഇവരുടെ ഗ്രാമ റോഡ് എന്ന് പറഞ്ഞാൽ. വലിയ സെറ്റപ്പ് റോഡൊന്നും അല്ല, കൊച്ചു നദികളുണ്ട് കേട്ടോ. എല്ലാം ഫ്രീസാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നദിയുണ്ടോ അവിടെ ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ? ഇവിടെ അംബിഷമുല്ലൊക്കെ ഉണ്ട് കേട്ടോ. അവനെ എങ്ങനെ മനസ്സിലായ? അംബിഷമുല്ല പുറത്ത് കിടക്കുന്നത്. ഈ കാണുന്ന വഴികളിൽ കൂടിയാണ് നമ്മൾ നേരെ ഉള്ളോട്ട് വന്നത് കേട്ടോ. ഗൈസ് എല്ലാ സ്ഥലത്തും ഒരുമാതിരി ഹൊറർ ഫീലിംഗ് ആട്ടോ. ഇതുകൊണ്ടോ, ഇതെനിക്ക് തോന്നുന്നു സോവിയറ്റ് വർഷങ്ങളിൽ ഉണ്ടാക്കിയ ബിൽഡിംഗ് ആയിരിക്കും. എന്തോ ഫാക്ടറി അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതുകൊണ്ടോ ഇപ്പൊ ഇല്ല, നിലവിലില്ല. ഗൈസ് ഇവിടെ ഒന്നും ഒരു സംഭവം പോലും കാണാൻ. ഗൈസ് എന്തോ ഫാക്ടറി ആട്ടോ. നമ്മൾ അങ്ങ് ഉള്ളിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടാണ്. ഇവിടെ റഷ്യൻ ഭാഷയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വണ്ടി ഇവിടെ ഇട്ടു കേട്ടോ. ഇറങ്ങണ്ട. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഉള്ളിലേക്കൊന്നും വരാനുള്ള പെർമിഷൻ ഇല്ല സത്യം പറയാൻ. വല്ല പടക്കമൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി വല്ലതാണ് തീരുമാനം. അങ്ങനെ വരാനുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. പിടിച്ചു കഴിഞ്ഞാൽ പണിയാണ് ഇതൊക്കെ. നമുക്ക് മെയിൻ ഹൈവേ കൂടെ പോകാനുള്ള മാത്രമേ പെർമിറ്റ് ഉള്ളൂ. പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ കഴിവ് പോലെ ഇരിക്കും, അല്ലെ പെടും. പിന്നെ ഇവിടെ ഒരാളുള്ളതാണ്
നമ്മുടെ എപ്പോഴും നമ്മൾ പല സ്ഥലത്തും പോകുന്നത് ഒരു USSR ടെക്. എൻ്റെ അമ്മോ, എനിക്ക് തോന്നുന്നത് പടക്ക കമ്പനിയിലോട്ടുള്ള വഴിയാണ്. പിന്നെ വേറെ ഉണ്ട്, ഇത് ഉക്രൈനുമായിട്ട് ഇത് ചെയ്യുന്ന ബോർഡർ പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടുന്ന് ഒരു ഏകദേശം 50-100 കിലോമീറ്റർ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും ഉണ്ട്. അങ്ങനെ ഞാൻ തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. ഇത് കണ്ടോ നമ്മുടെ ചെറുക്കനോട് കിടക്കും. ഇത് അടുത്ത് ആംബുലൻസ് ആണെന്ന് തോന്നുന്നു. പറക്കും കേട്ടോ. ആ വണ്ടീനെ നമ്മൾ പുച്ഛിക്കരുത് കേട്ടോ. വണ്ടിയൊക്കെ സിമ്പിളായിട്ട് വലിച്ചെടുത്തോണ്ട് വന്ന വണ്ടിയാണ്. ഗൈസ്, ഇത് നോക്കിക്കേ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ കണ്ടിട്ട്? അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രാമം ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. ഒരു മനുഷ്യക്കുഞ്ഞോ അങ്ങനെ ഒന്നും കാണാനില്ല കേട്ടോ. ഇതൊക്കെ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോടാ. ഉണ്ടല്ലേ? ആ ഗൈസ്, ഏകദേശം വണ്ടികളും സംഭവം കുറേ അങ്ങോട്ട് ചെന്നാൽ ഗ്രാമം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ബേക്കിൽ കൂടിയൊക്കെ നമുക്ക് ഇച്ചിരി കുറച്ചങ്ങോട്ട് സഞ്ചരിച്ചാൽ. യെസ് ഗൈസ്, ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകാൻ തീരുമാനിച്ചേട്ടോ. അങ്ങോട്ട് പോവാം. എന്തായാലും ഇവർ വിളിച്ചു പറയും. ആ വണ്ടിയൊക്കെ ഒന്ന് നിർത്തിയില്ലോ. ആർക്കറിയാം, നോക്കാം കേട്ടോ. എന്തായാലും നമ്മൾ ഇതിനകത്ത് കയറിയത് ഇവർ വിളിച്ചു പറയും കേട്ടോ. പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട് കഴിഞ്ഞാൽ ഇവിടെ ചൈനയിൽ അങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങളിൽ എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് കയറി ഇപ്പോൾ ആരെങ്കിലും കുറിച്ചൊക്കെ ചോദിച്ചെന്ന് ചോദിച്ചോ, അതെ, ഇവിടുത്തെ ചാച്ചിനെ കുറിച്ചോ ആരെങ്കിലും കൂടെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അന്നവിടെ ഒരു പോലീസിനെ വിളിച്ചു പറയും. പിന്നെ തീരുമാനമായിട്ടോ. ചിലപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേഷനിലായിരിക്കും. ഇവിടെ നെറ്റൊന്നുമില്ല കേട്ടോ, ഇന്റർനെറ്റ് സാധനങ്ങളൊന്നുമില്ല. എവനെ ഓടി ഓടി നമ്മൾ ഉക്രൈനിലെത്തുമോ? ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും വഴി മാറില്ലേ? ഇത് എങ്ങോട്ട് നോക്കിയേ? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഇങ്ങോട്ടാ പോകുന്നത്. വീഡിയോ നോക്കിയാൽ മതി. തിരിച്ചു വരാൻ നേരത്തെ ഒന്നും വർക്ക് ചെയ്യില്ല. സ്പീഡാട്ടോ. ഗൂഗിൾ അല്ല, യാൻഡെക്സ്. ആ ഗൈസ്, ഇതൊരു ടൗൺ തന്നെ അല്ല, ഇതൊരു ഗ്രാമം തന്നെയാട്ടോ. ഇത് ഗ്രാമം തന്നെ കേട്ടോ. നമ്മുടെ അവിടെ അല്ലടാ, നമ്മുടെ വീടിന് ഗേറ്റ് അടിച്ച പോലെ തന്നെ ഇവിടെ. നമ്മുടെ കേരളം ഇന്ത്യ വിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലേ ഇവനെ, വലിയ മതിലുകൾ കുറവാ, എല്ലാം ഷീറ്റിനെ അടിക്കുന്നത്. നോക്കിയ കാടിന്റെ ഉള്ളിലൊക്കെ എന്ത് രസമാണ്. ഇത് നോക്കണേ, ഇതിനകത്ത് കാടിന്റെ ഉള്ളിലൊക്കെ കുറെ നശിച്ചു കിടപ്പുണ്ടോ. പിന്നെ താമസം കുറവാ. പിന്നെ നമ്മുടെ ചേട്ടൻ പറഞ്ഞില്ലേ 50-100 വർഷമായ വീടുകളൊക്കെ ഈ പൊളിഞ്ഞു കിടക്കുന്നതെന്ന്. ദൈവമേ, ഇത് എങ്ങോട്ടാ പോകണ്ടെന്ന് ഒരു പിടിച്ചു. ഇവിടെ പുതിയ ബിൽഡിങ്ങുകളും ഉണ്ട് കേട്ടോ. ഇതെന്തോ സർക്കാരിന്റെ എന്തോ ബിൽഡിംഗ് ആട്ടോ. റഷ്യയുടെ ഫ്ലാഗും അതെനിക്ക് വന്ന കോളേജ്, സ്കൂൾ അതോ എന്തോ വലിയ സ്ഥലമാട്ടോ ഇത്. സ്മാരകം ഒക്കെ ഉണ്ട് ഇവിടെ. 1945 1940 ഒരു പള്ളി. രസമുണ്ടല്ലോ അല്ലേ? ഇതെന്നാ സംഭവം? എനിക്ക് തോന്നുന്നത് ഇതെന്തോ പഴയ ചരിത്രം ഉറങ്ങുന്ന എന്തോ ഒരു സ്ഥലം ഇവനേത് ഉറപ്പായത്. പഴയ പള്ളി റിനേറ്റീവ് ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെയെന്ന് വെച്ചാൽ 1941 പള്ളികളാട്ടോ. ഇവനെ സോവിയറ്റ് യൂണിയന്റെ കാലത്തില്ലേ, ആ സമയത്ത് പണിത പള്ളികളൊക്കെ കൂടുതലും ഇതിനകത്ത് ഉള്ളത്. മൊത്തത്തിൽ നമ്മുടെ അടിവേര് വിറയ്ക്കുന്ന പോലെയാട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാല്. ഇതേ പേടിയാവും. ഹൊറർ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, അതെ, അങ്ങനെയുള്ള സ്ഥലം പോലെ ഒരു ഫീലിംഗ് അല്ലേ ഇതിനെ ഇവിടെ. ഇങ്ങോട്ട് പോയാലെന്നാ? ഇങ്ങോട്ട് പോയിട്ടുണ്ട് ഇതേപോലത്തെ വീടുകൾ കാണാം. ഇങ്ങോട്ട് വിട്ടോ. എന്റെ പൊന്നെ, നോക്കിയവനെ ആ ബിൽഡിംഗ് ഒക്കെ എത്ര കൊല്ലം പഴക്കമുള്ളതായിരിക്കും. ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. മുഖഭാരം മാത്രം വലുതല്ലടാ ലിബി. പക്ഷെ ഇതിപ്പോഴും ഓപ്പണാ. എന്നതാ ഇത്? നീ ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ ആ വീട് വരെ ഈ വഴിയുള്ളൂ കേട്ടാ. ആ വീട് വരെ ഈ വഴിയുള്ളൂ. അവിടെ ഒരു ജീവാൻ കിടപ്പുണ്ട്. അപ്പം അവൻ വലിയ കാശുകാരൻ. അങ്ങോട്ട് നോക്കിയേ നീ. അതൊക്കെ പുതിയ ബിൽഡിംഗ് ആണ്. ഇതിന്റെ പുതിയ ബിൽഡിംഗ് ഉണ്ട്, പഴയ ബിൽഡിംഗ് ഉണ്ട് ഇതിന്റെ അകത്ത്. ഷോടാ, ഇത് എന്നതാടാ? ഇന്ത്യയിൽ നിന്ന് വന്ന ബന്ധു എന്ന് പറഞ്ഞ് കയറിയാലോ? ഞാൻ നിങ്ങളുടെ 1950 ബന്ധുവാണ്. നമുക്ക് നിങ്ങൾക്കും തമ്മിലുള്ള ബന്ധം നമുക്ക് പുതുക്കാന്ന് പറഞ്ഞാൽ ജീവാകൻ ഇതും കൊടുത്തിട്ട് മേടിച്ചിട്ട് പോയാലോ? നമ്മൾ പെട്ട് കേട്ടാ. വണ്ടി തിരിക്കാൻ മാർഗമില്ല. എന്റെ വീട്ടിൽ കയറ്റി തിരിക്കേണ്ടി വരും. കേക്ക് നോക്കണേ, താഴുവെന്നുള്ള പേടി. നോക്കണേ, തീ ഇറക്കണ്ട, റിസ്ക് എടുക്കണ്ട. മതി ഇനി ഇത് നമുക്ക് നിർത്തി തിരിക്കാം. എന്നാ ഇവനെ ഇത്? ദൈവമേ, ഒരു മനുഷ്യനില്ല പല സ്ഥലങ്ങളിലും. പ്രേതാലയം പോലെ പേടിയാവുന്നു. എനിക്ക് പേടിയായിപ്പോ ഈ സാധനമൊക്കെ. മരങ്ങളിൽ ഇല പോലും ഇല്ല. പിന്നെ നിലമൊക്കെ നോക്കിയേ ഇവനെ, എന്തോ ഒരു ഫീലിംഗ് ഇവിടെ വന്നിട്ട്. ഇത് നോക്കി, ഇതിന്റെ ഗേറ്റ് തന്നെ നോക്കിയേ. നമ്മളങ്ങനെ വണ്ടി ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. ഇതെന്താ ഇവിടുത്തെ ഓൺലൈൻ സംവിധാനം തന്നു, ഒസി അല്ലേ? ആ പുള്ളിക്കാരൻ നമ്മളോട് കറങ്ങി തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒസി എന്ന് പറയുന്ന സംഭവം. ഒസി എന്ന് വെച്ചാല് എന്നു എനിക്ക് അറിയില്ല. ശരി, ഇവിടെ ഒസിക്ക് കഴിക്കാൻ വേണ്ടി വരുന്നത്. ഇവിടെയൊക്കെ നല്ല ബിൽഡിങ്ങുകളും. പള്ളി വർക്കിംഗ്. അതിനെ പള്ളിയിൽ മണി അടിച്ചു. ഇതാണ് കേട്ടോ പള്ളി. ഇവിടെയൊക്കെ ഇതൊക്കെ സ്കൂളാന്ന് തോന്നുന്നു കേട്ടോ. നീ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ മരത്തെ എല്ലാം മറ്റേ കിളികൾക്ക് മറ്റേ മഞ്ഞുകാലത്ത് കയറിയിരിക്കാനുള്ള സ്ഥലമാക്കി വെച്ചേക്ക് നോക്കി. എവിടെ? ഇത് സുമി, ഇത് അങ്ങോട്ട് പോയി. എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതാ ഇവനെ, ഇതാ.
കണ്ടോ? ഇത് കണ്ടോ, ഇത് സ്കൂളാന്ന് തോന്നുന്നു കേട്ടോ. ഫുൾ ഒരു ബിൽഡിംഗ് ഒരു അമ്മച്ചീനെ കണ്ടു. ഒന്ന് ആളില്ലാതെ എല്ലാവരും ടൗണിലേക്ക് പോയി. അല്ലെങ്കിൽ എന്തോ കാരണത്താൽ ഇത് എന്തുകൊണ്ട് ഇത്ര ആള് കുറഞ്ഞിട്ട് ഇവിടെ മറ്റേ ഗ്രീൻ കാർഡ് കൊടുക്കാത്ത? എന്നാ ഗ്രീൻ കാർഡ്? സാധാരണ ആള് കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കാർഡ് കൊടുക്കൂലേ? ദൈവത്തിനറിയാം കേട്ടോ. നമുക്ക് പോവാടാ. പോവാ. നമ്മുടെ തടിക്ക് നല്ല അതായിരിക്കും. എല്ലാവരും നോട്ടൊന്നും അത്ര ശരിയാകുന്നില്ല. ഒരു പൂതിക്ക് കയറിയത് ഒരു ഗ്രാമത്തിൽ. നെറ്റില്ലെന്നേ, അതാ വേറൊരു പ്രശ്നം. നമുക്കാണെങ്കിലും നാട്ടിലെ 7 മണിക്ക് മുമ്പേ നെറ്റ് പിടിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പരിപാടി പാളൂട്ടാ. ഇവിടെ മറ്റേ വൈഫൈയും കാര്യങ്ങളൊന്നും അങ്ങനെ നമുക്ക് കിട്ടല് കുറവാ. പക്ഷെ കസാക്കിസ്ഥാനിൽ എല്ലായിടത്തും വൈഫൈ അല്ലേ? അതായത് നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സീസണിൽ വരികയേ ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. നമ്മുടെ പ്ലാനിങ്ങിനൊന്നും അല്ലായിരുന്നു. ആക്സിഡൻറ്റ് പറ്റിപ്പോയതാണ്, എല്ലാം പറ്റിപ്പോയത് ഞങ്ങൾക്ക്. ഞങ്ങൾ ഒരിക്കലും ഈ സീസണിൽ വരരുത്. സമ്മറിലേ വരാളൂ. വിൻ്ററിൽ ഈ വഴിക്ക് വന്നു പോകരുത്. അല്ലാതെ ലിബിനെ മരം കൊണ്ടുള്ള വീടുണ്ട് കേട്ടോ. ഇത് പഴയതാ, ഇത് പണ്ടത്തെ വീട് ആണോ? ഇതൊരു മരം കൊണ്ടുള്ള വീടാ. താമസമുണ്ട്. ഇത് കടകൾ ഇതാടാ ലിബി. കടകള്, മാഗസിൻ. ഇവിടെ മാഗസീനാ കടകള്, പോസ്റ്റ് ഓഫീസ്. അതുപോലെ ഇതുണ്ടോ കട, പോസ്റ്റ് ഓഫീസ് പോലത്തെ എന്തോ സംവിധാനം ഉണ്ടോ ഗ്രാമത്തിലെ. ആഹാ ഗൈസ്, ഇത് കണ്ടോ? ഇതിലെ ഇനി ഫ്രണ്ടിലേക്ക് വേണം ഗൈസ്. നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേര് നിങ്ങളൊന്നും വണ്ടിപ്പണിയല്ലേ ഉള്ളൂ, നിങ്ങൾ വേറെ വണ്ടി മേടിക്കുന്നൊക്കെ പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ലോക്കൽ റോഡിലും തല്ലിപ്പള്ളി റോഡിലും അതിലൊക്കെ ഓടിക്കും വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതായി സംഭവിച്ചു വന്നത്. നമ്മളിപ്പോൾ ഹൈവേ പിടിച്ച് ടൂറിസ്റ്റ് പ്ലേസ് ഹൈവേ പിടിക്കണേ നമ്മുടെ വണ്ടിക്ക് ഒരു മെയിൻ്റനൻസും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് എന്തോ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ വേറെ കാര്യമുണ്ട്. അവനെ 40,000 കിലോമീറ്റർ ഓയിൽ ചേഞ്ച് പോലും മാറാതെ ഓടുന്ന വണ്ടി ഇതൊക്കെ ഓടുകയുള്ളൂ. വേറെ ഒന്നും ജർമ്മൻ വണ്ടിയൊന്നും ഓടൂല. നമ്മൾ ഏത് വണ്ടി മേടിച്ചെന്ന് പറഞ്ഞാലും ഞാൻ നോക്കിയിട്ട് ഡിസ്അഡ്വാൻറ്റേജ് പൊക്കി പറയാൻ അല്ല, പിന്നെ പറഞ്ഞ വർക്ക്ഷോപ്പിൽ അല്ല. ഇതിന് 4x4 ഇല്ല. അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ 4x4 താരം. ഇതൊന്ന് കിട്ടുമോ എന്ന കൊള്ളാം. എന്റെ അമ്മ, വേറെ ഒരു സാധനം വേണ്ട. ഇതെന്തോ ലുക്ക് എന്നറിയാ കാണാൻ വേണ്ടി. പുതിയത് ഇറങ്ങുന്നുണ്ടെന്നാ പറഞ്ഞേ. ഇത് പുതിയത് ഇപ്പോഴും ഇറങ്ങുന്നുണ്ടെന്നാ പറഞ്ഞു. ഇങ്ങോട്ടൊക്കെ നോക്കിക്കോടാ. ദൈവമേ, മനുഷ്യനും ഇല്ല, വട്ടവും ഇല്ല, വെട്ടവും ഇല്ല, ഒരു പിടിയില്ല. ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേ ഇവിടെ കൃഷി ഭൂമി മറ്റേ 50 വർഷത്തേനൊക്കെ ഇവിടെ പാട്ടത്തിന് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. നിസാര പൈസ ഗവൺമെന്റിന് വാടക കൊടുത്താൽ മതി കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക്. നമുക്ക് ഇവിടെയുള്ള ഒരാൾ വേണം. ഇവിടെയുള്ള ഒരാൾ വേണം. ഇതൊക്കെ എന്താ? അങ്ങോട്ട് കുറെ വീടുകളല്ലേ? അങ്ങോട്ടും വീട്, ഇങ്ങോട്ടും വീട്. നമുക്ക് ഇങ്ങോട്ട് പോണ്ടേ? നമുക്ക് തിരിക്കാടാ. തടിക്ക് നല്ല അതായിരിക്കും. ഈ ഗ്രാമ റോഡിലോട്ട് കയറി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഭാഷ അറിയില്ലാത്തത്തോളം കാലം നമ്മൾ എവിടെ ചെന്നാലും കണക്ക് തന്നെ. മണ്ണുകൊണ്ടുള്ള വീട് കേട്ടോ. ആര് പിടിച്ചാലും നയാത്തു എനിക്കൊന്നും അറിയത്തില്ല. അതെ, ആകെ അറിയാവുന്ന 4 വാക്ക് സ്കോൾക്ക, ലിറ്റർ, നയാത്തു, കൂത, പിന്നെ കൊക്കരക്കോ, അതെ, ശശിലീക്ക്. ഇതൊക്കെയാണ് നമുക്കറിയുന്നത്. ആദ്യം നമ്മള് ഒരു രാജ്യത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പഠിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഡീസലിന്റെ പേര്, അത് കഴിഞ്ഞ് കൊക്കരക്കോ ചിക്കന്റെ പേര്, അത് കഴിഞ്ഞിട്ട് ബാത്റൂമിന്റെ പേര്. ഇതൊക്കെ നമ്മൾ നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ഇതിന്റെ റോഡിന്റെ ഉൾവശങ്ങളാട്ടെ കാണുന്നത്. എന്താ അല്ലേ, നമ്മളൊന്ന് ചിന്തിക്കുന്ന പോലെ അല്ല കേട്ടോ. അങ്ങനെ ഫൈനലി ഹൈവേ കയറി കേട്ടോ, ഒരു പ്രശ്നമില്ലാതെ അല്ലേ? എത്ര ഇവിടുന്നാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത്. ഇനിയിപ്പോ ഇവിടുന്ന് നമുക്ക് അകത്തോട്ട് കയറാം. പിന്നെ ഗ്രാമം എന്ന് പറഞ്ഞ കുരിശ്, ഇനി നമുക്ക് കുരിശ് നോക്കിയിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ വേണ്ടി അല്ലേ ഇവനെ? അതെ, അങ്ങനെയാണ് ഇവിടുത്തെ രീതി കേട്ടോ. പോലീസാണോ അതോ? പോലീസല്ല, റോഡ് പണിയാ ഇവനെ. അപ്പുറത്തൂടെ പോവാൻ ആണോ? റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. ഇതെന്താ റോഡ് പണിയാണോ അതോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മളോട് അപ്പുറത്തോട്ട് പോകുമെന്ന് പറഞ്ഞു. എന്തോ സാധനം കൊണ്ടുപോകണം. അല്ല, ഇത് തന്നെ ഇത് റോഡ് പണി തന്നെ. അതന്നെ റോഡ് പണി തന്നെ. റോഡ് അവിടെ വണ്ടി പിടിച്ചു നിർത്തി കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്. ഇവിടെന്ന് വെച്ചാൽ തടഞ്ഞ തന്നെയാ, ഒരു പോക്കൊന്നുമില്ല. പോലീസുകാരൊന്നുമില്ല. ആ സൈഡൊക്കെ ഏകദേശം നല്ല രീതിയിൽ പച്ചപ്പായി. എന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ടുണ്ടേ കറക്റ്റ് തന്നെ അല്ലേ? പക്ഷെ വിസിബിലിറ്റി ഇല്ല. നമ്മള് ഡൽഹിയിലൊക്കെ കാണുന്ന പോലെ വിസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇവൻ പറഞ്ഞ പോലെ തന്നെ ഇത് കനത്ത കോടയാട്ടോ. ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ഇവിടെ പ്രശ്നങ്ങൾ നടക്കണം. ചില സമയത്ത് നെറ്റ് കിട്ടൂല, ചില സമയത്ത് നെറ്റ് കിട്ടും, ചില സമയത്ത് GPS കിട്ടൂല. അങ്ങനെ ഓരോ സെറ്റപ്പ് ഉണ്ട്. ഇനി എന്തായാലും നമുക്കിനി കുറച്ച് ദിവസമുള്ളൂ, 5 ദിവസമുള്ളൂ നമുക്കിനി ഇവിടെ നിൽക്കാനുള്ളത്. ഇത് 1500 കിലോമീറ്ററാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. അതുകൊണ്ട് കഴിഞ്ഞ പരിപാടി ഞാൻ തൊട്ടടുത്താണ് ബോർഡർ. പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ അതോടുകൂടി ഇതന്നെടാ പിന്നെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കട. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു സാധനം തൊടാൻ പറ്റൂല കേട്ടോ, ഭയങ്കര കാശ.
കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകൾ. അതിൽ നമ്മൾ കുറച്ച് നേരം വണ്ടി നിർത്തി വീഡിയോ കയറ്റണം. അതിന് നെറ്റ് ഭയങ്കര കുറവാട്ടോ, തണുപ്പായതുകൊണ്ട് ഭയങ്കര വിഷയമാണ്. പോവാ ലിബിയെ, പോയേക്കാം. ഈ കാണുന്ന പമ്പിലാണ്. ലിബി മൂത്രം ഒഴിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നോ. അതിനടാ എനിക്കറിയത്തില്ല, ഇവിടെ കഴിഞ്ഞ ദിവസവും ഞാൻ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തില്ലേ, ലോക്കൽ പമ്പുകളൊക്കെ കണക്കാടാ. എനിക്ക് തോന്നുന്നത് എണ്ണ അടിച്ചാൽ ഒരു മൂത്രമൊഴിക്കാൻ വിടുകയുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. ആണോ? ആ, നമ്മൾ പോകേണ്ടത് ഈ വഴിയാട്ടോ. നമുക്ക് നേരെ റോഡിൽ കയറാം. പമ്പിൽ മൂത്രമൊഴിക്കാനൊക്കെ വിടാത്ത ഭയങ്കര കഷ്ടം കേട്ടോ. റെഡിയാണോ? ആ ഗൈസ് നോക്കൂ, ഇപ്പം നമ്മൾ പോകുന്ന വഴിയുടെ അപ്പുറം അപ്പുറമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പച്ചപ്പുണ്ട് കേട്ടോ. ഇത്രയും ദിവസത്തെ പോലെയല്ല, പക്ഷെ ഒരു തെളിച്ചമില്ല ഇവനെ. പറയാൻ പറ്റില്ല സമയത്തിന്റെ ആണെന്നും പറ്റില്ല. ഇപ്പം 2 മണിയായി കേട്ടോ ഇവിടുത്തെ, അല്ലേ? 3:30 അല്ലേ? ഗൈസ് നോക്കി, ഇവിടുത്തെ 3:30. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് 2-3 ദിവസം തെളിച്ചം കിട്ടിയെങ്കിലും ഇപ്പം തെളിച്ചവും സംഭവമൊക്കെ പോയി. ഇനിയിപ്പോൾ അങ്ങോട്ട് ജോർജിയ ടിബ്ലിസി ഒക്കെ എത്താൻ നേരത്ത് ഏകദേശം നല്ല രീതിയിൽ തെളിച്ചവും സംഭവങ്ങളും ആയി തുടങ്ങും കേട്ടോ. അല്ലടാ, മഞ്ഞ് കഴിഞ്ഞു. ഇത് സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് മഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാ പാടങ്ങളും കത്തിക്കുമ്പോൾ അതിന്റെ പുക കാരണമാണോ ഇങ്ങനെയെന്ന് പറയാൻ പറ്റുമോ? കൃഷിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ഭാഗവും. പിന്നെ നമ്മുടെ പഞ്ചാബിലെല്ലാം കത്തിക്കൂലേ ഈ കൃഷി കഴിഞ്ഞിട്ട്. ഇതുകൊണ്ടോ ഇവിടെ ഒരു രൂപം വെച്ചാക്കുന്ന ഒരു പുണ്യാളിന്റെ ഫോട്ടോ ഉണ്ടല്ലോ. പക്ഷെ ഇത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നോക്കിയേ, അവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു വമ്പം പള്ളിയുണ്ട്. അതിൻ്റെ ഇതല്ലേ, ഇതെല്ലാം റിനിവേഷൻ നടക്കും കേട്ടോ. നമ്മൾ പിന്നെ വിചാരിച്ച പോലെ അല്ല. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ എല്ലാ വർഷവും റിനിവേഷൻ നടക്കാറില്ലല്ലോ. ഇല്ല ഇവനെ ഇത് കൂടുതലും പഴയ പള്ളികളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ പഴയ പള്ളി റിനോവേഷൻ ചെയ്തിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ പുതിയ പള്ളിയും പണിയുന്നുണ്ട്, പൊളിച്ചു കളയുന്നില്ല. ഇത് നോക്കിയ ഫ്രണ്ടിലേക്ക് നോക്കിയ പല ബിൽഡിങ്ങുകളും പല പമ്പുകളൊക്കെ ഒഴിഞ്ഞു കിടക്കും കേട്ടോ. അല്ലടാ ലിബിനെ? കാര്യം പമ്പൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നതെന്ന് വെച്ചാൽ വണ്ടികൾ ഇതിലെ കുറവല്ലേ ഇവനെ. ഹൈവേ വഴിയാ പോകുന്നത്. നമ്മളാണ് ടോള് കൊടുക്കാതെ പോകുന്നതാണല്ലോ ഗൈസ്. അതായത് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ടോൾ കൊടുത്ത് നല്ല വഴിയെ പോയി കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കുറഞ്ഞു കിട്ടും. ഞങ്ങൾ അതിലെ പോകാത്തതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കിട്ടിയ ആ ടോൾ റേറ്റ് കണ്ടപ്പോൾ കിളി മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതിന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളിത് ആ വഴിക്ക് പോകാത്ത കേട്ടോ. കാരണം അത്രയും കിലോമീറ്റർ ഓടിയിട്ട് നമ്മൾ അത്രയും പൈസ കൊടുത്തു. കുറച്ച് കിലോമീറ്റർ ഓടിയിട്ട് അപ്പോൾ എന്തിനാ വെറുതെ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ലടാ ലിബി? വേറെ കാര്യമുണ്ട്, നമ്മൾ ഇന്ത്യയിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പറയും അയ്യോ ഭയങ്കര ടോളാണ്, ഫുള്ള് ടോളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് അവരുടെ ഒച്ചപ്പാടാക്കുകയും അടിയാക്കുകയും ചെയ്യും, വെറുതെ എല്ലാവരും കുറ്റം പറയുകയും ചെയ്യും. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇത്രയും നാളും സഞ്ചരിച്ചിട്ട് ടോളുള്ള റോഡിൻ്റെ അകത്ത് ഇന്ത്യ ആണ് ഏറ്റവും കുറഞ്ഞ പൈസ എടുക്കുന്നതല്ലേ ഇവനെ. സത്യ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏകദേശം 60-70 കിലോമീറ്റർ ഓടാൻ വേണ്ടി കാറിന് 60 രൂപ 80 രൂപ, ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ 120 രൂപ 110 രൂപ വരെ എക്സ്പ്രസ് റോഡിൻ്റെ അകത്ത് എടുക്കും. പക്ഷെ നമ്മുടെ ഇനിയിപ്പോൾ കണ്ണൂരിന്ന് തിരുവനന്തപുരത്തുള്ള റോഡ് വരുമ്പോൾ അറിയാട്ടെ എത്രയാവും. ഏകദേശം എൻ്റെ മനസ്സ് പറയുന്ന ഒരു 1600 രൂപ വരുള്ളൂ അത്ര ഓടാൻ വേണ്ടി. ആ 1600 രൂപ ഇവിടെ ഓടുന്നതിന്, നമ്മുടെ നാട്ടിൽ 1600 രൂപ ഓടുന്നതിന് ഇവിടെ വാങ്ങുന്നത് 8000 രൂപ. പക്ഷെ നമ്മൾ പോയ റോഡിൻ്റെ അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ റോഡ് ഫ്രീ ആയിട്ടുള്ള റോഡുകളില്ല ഇഷ്ടം പോലെ. നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന പോലെ തന്നെ ഇവിടെ റോഡിലോട്ട് വെച്ചേനെ. അങ്ങോട്ട് വണ്ടി പോകാത്ത എന്തിനാ ചെളി കൊണ്ട് വണ്ടി വെക്കുന്നത്? താന്നു എന്നാടാ വിൽക്കാൻ വെച്ചാക്കുന്നത്? ഇപ്പൊ അറിയാം. നമ്മൾ എന്നെ അതിൻ്റെ അത് മേടിക്കാം. നമുക്ക് ആപ്പിൾ മേടിക്കാം. ഈ ഒരു ഫോൺ എടുത്തോട്ടോ ലിബി. അതിനാ അടിച്ചു കാണിച്ചു കൊടുക്കണ്ടേ? ഇറങ്ങിയോ? ഫോൺ എടുക്കാം. ഈ ഫോൺ എടുക്കും, നിന്റെ ഫോൺ എടുക്കും. ഗൈസ് നമ്മുടെ നാട്ടിലല്ല, അതെ നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന പോലെ തന്നെ ഇവിടെ സാധനങ്ങൾ വഴിവെക്കി വിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ നമുക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഇതെന്നാടാ? ഉരുളക്കിഴങ്ങുണ്ട്. ഉരുളക്കിഴങ്ങ്, തക്കാളി, സവോള, പച്ചമുളകുണ്ട്. പച്ചമുളക് ഇതിനെന്നാ വില എന്ന് നീ അടിച്ചു ചോദിച്ചോ? ഓറഞ്ചിന് എന്നാ വില എന്ന് ചോദിച്ചോടാ? ഇത് ഓറഞ്ച് ഇല്ല, പിയറുണ്ട്. ഇത് ഏതാ വേണ്ടേ? ഇതിന്റെ വില എന്നാന്ന് ചോദിച്ചേ? പിയറിൻ്റെയാ? നമ്മുടെ നാട്ടിൽ ഉപ്പിലിട്ടാക്കുന്ന പോലെ ഇത് തേനിലിട്ടാക്കുന്ന കേട്ടോ. എത്ര വില എന്ന് ചോദിക്കട്ടെ? 400 രൂപ. 400 രൂപ കുറവാണല്ലോ. ഫുള്ള് അത് ഫുള്ളിന്. ആപ്പിളിന് എത്രയാന്ന് ചോദിച്ചേ? എല്ലാത്തിനും 400 രൂപ. ഇത് ഇവിടെ എന്തൊക്കെ കൂണ്, മറ്റേ ചൊരക്ക, ഇത് തേനാന്ന് തോന്നുന്നു കേട്ടോടാ. തേനാ ഇത്? ഇതിലേതെങ്കിലും ഒന്ന് മേടിക്കാൻ ലിബിനെ. ഇവിടെ ആപ്പിള് വേണോ ഇത് വേണോ? ഇതിൽ ഏതാ വേണ്ടേ? ആപ്പിള് വേണോ പീർ വേണോ? എന്തിലും മേടിച്ചോ. ഏതാന്ന് ഉറപ്പിക്കുക. എന്നാ നല്ല പീർ വേണോ ആപ്പിള് വേണോ നോക്കടാ. ഏതാ ഇഷ്ടപ്പെട്ട അത് വാങ്ങ. നിനക്ക് ഏതാ വേണ്ടേ? എനിക്ക് അങ്ങനെ ഒന്നും. ഇത് മേടിക്കുക. ഇതായിരിക്കും നല്ല വെള്ളം. രണ്ടും മേടിക്കാം. വേണ്ട, 2 മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടും. അതിന്റെ അടിയിലത്തെ 400 രൂപ കേട്ടോ ഈ ഒരു ബക്കറ്റിന്. ലാഭമാണ്, 1 കിലോ കൂടുതലുണ്ട്. ലാഭം വെച്ചാൽ ഇവിടുത്തെ ലാഭം.
ഇത് മിൽക്കാന്ന് തോന്നുന്നു കേട്ടോ. ഇത് എണ്ണയാ, വണ്ടിയുടെ വൈപ്പർ കേട്ടോ. ഇൻഡിക്കേറ്റർ ഇട്ടാണ് മിന്നുന്നത്. കച്ചവടം നടത്തുന്നുണ്ട്. വേറെ വേണോ? ഇത് പിന്നെ ഉള്ളി, സവോള, അതുപോലത്തെ വേറെ വേണോ? ആപ്പിൾ വേണോടാ? വേണോ? അതുപോലെ, അത് മാത്രം പോരെ? പോരെ. പൈസ കൊടുക്കട്ടെ കേട്ടോ. പൈസ ബാഗ് എവിടെയുള്ള? പിന്നെ 400 എടുത്ത് കൊടുക്കുക. 1000 കൊടുത്താ പോരെ? 1000 കൊടുത്താലും മതി ഗൈസ്. അതായത് നമ്മൾ പൈസ ചെലവാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അലക്സയായിട്ട് തന്ന 30,000 രൂപ ആകെ കയ്യിലുള്ള. എത്ര കിലോ ഉണ്ട്? 1.5 കിലോ. 2 കിലോ. ഇവിടുത്തെ ഇത് വെച്ചാൽ നോക്കാൻ നേരത്ത് ലാഭമാണ്. 400 രൂപയല്ലേ? 600 രൂപ തിരിച്ചു. 600 രൂപ തിരിച്ചു. ഗൈസ് എത്ര ചോദിച്ചാലോ? 500 ലാഭമല്ലേ? എന്റെ അമ്മ, ഒരു 5 കിലോ ഉണ്ടാവും കേട്ടോ. 5 കിലോ മേളിലുണ്ട്. ഉള്ളി ഇതേപോലുള്ള സ്ഥലങ്ങൾ ഈ സാധാരണ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. നോക്കിയേ, പല ടൈപ്പ് ഇതുപോലത്തെ ഒരു ലാടയിലാണ് അവർ വന്നിട്ട് പിന്നെ കച്ചവടം ചെയ്യുന്നത്. ഗ്രാമവാസികളാണ്. ഓക്കെ, ഈ സാധനം നല്ല കേട്ടോ. അതല്ലേ ഇത് ചൊരക്ക പോവാടാ. ഓക്കെ, താങ്ക് യു. കൂണാന്ന് തോന്നുന്നു കേട്ടോ. കൂണ നമുക്ക് തിന്നാൻ പറ്റൂലല്ലോ. തേൻ. അതെ, ഇത് തേനാടാ. നോക്കട്ടെ, വെറുതെ ഇരിക്കല്ലേ, ടേസ്റ്റ് കിട്ടുമോ നോക്കാം. ടെസ്റ്റ് ചെയ്യാൻ ഇച്ചിരി തരാമെന്ന് ചോദിക്കാം. ഒരു മിനിറ്റ്. ഇത് ചെറുതേനായിരിക്കും, മറ്റേത് വലിയ പല കളറുള്ള തേനുണ്ടല്ലോ. പല കളറാട്ടോ. ടെസ്റ്റർ മുക്കി. നീ മുക്കി എടുത്തോ. ഓവർ ഇതിന് നിൽക്കണ്ട. കൈ കാണിക്കേ. എൻ്റെ അമ്മു, തിക്നെസ് നോക്കിയേ. ഇതാക്കാൻ എത്രയാടാ വില? അങ്ങനൊക്കെ പോല. ചെറുതൻ 500 രൂപ. പക്ഷെ ഇന്നെന്തോ ഒരു വ്യത്യാസമുണ്ട്. വേണോടാ? ഇതോ എല്ലാം കൂടെ ടെസ്റ്റ് ചെയ്യണ്ട. അതിലൊന്നു മതി. വേണേ മേടിച്ചോ. ചാണകത്തിന്റെ ചവ് പോലെ ടെസ്റ്റ് മതി. ഇത് ഇവിടെയാണ് ഞാൻ ആദ്യം ഇത് ചെയ്തത്. പിന്നെ അടുത്തത് ഇവിടെയാണ്. ഇവിടുത്തെ കർഷകരാന്ന് തോന്നുന്നു കേട്ടോ. ദേ എന്നാന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. സാധാ ഓരേ മേടിക്കണം. മേടിക്കാം. ഏതാ മേടിക്കണ്ടേ? ഏതാ നല്ല? അതല്ലേ 400 രൂപയ്ക്കായിരുന്നു. വേണ്ട, ഇത് മേടിച്ചാൽ മതിടാ. 400 രൂപയ്ക്ക് മേടിക്കുന്നേ. ഇത് മേടിക്കാണോ? മേടിച്ചോ. ഇതാ നല്ലത്. ചെറുതെ പല കളറുണ്ട്. ബ്രെഡിലൊക്കെ മുക്കി തിന്നെ. എന്തായാലും എമർജൻസി കട്ടൻ പറഞ്ഞു. അതാ നല്ല. എന്തായാലത്തെ ഒരു സാധനം തരും. ടെസ്റ്റ്. ഇന്ത്യ ഹിന്ദുസ്ഥാൻ ഇന്ത്യ. എന്തിനാടാ? അതിന് പേര് നമ്മുടെ വണ്ടിയിലുണ്ടല്ലോ. പൈസ കൊടുക്കാൻ വേണ്ടി. യൂറോപ്പാ? ഇന്ത്യ, നേപ്പാൾ, ചൈന, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, ഗ്രൂസിയ, അർമേനിയ, തുർക്കി, യൂറോപ്പ. ഇന്ത്യ, ചൈന, ഇന്ത്യ, നേപ്പാൾ, ചൈന, കസാക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യ, ഗൈസ്. സംഭവം കൊള്ളാം കേട്ടോ. ഇത് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എന്തോരോ വണ്ടിയാണ് വരുന്നതെന്നറിയോ? നല്ല തണുപ്പാട്ടോ. കിളി പാറുന്ന തണുപ്പെന്ന് വെച്ചാൽ കിളി പാറുന്ന തണുപ്പ്. നോക്കിയേ, എന്തോരം വണ്ടികളാണ് പോകുന്നതെന്ന് നോക്കിയേ. ഗൈസ് ഫൈനലി സാധനം മേടിച്ചു. നമ്മൾ വണ്ടിയൊക്കെ കയറും കേട്ടോ. ഇതാണ് അവിടെ വിൽക്കാൻ പറ്റുന്ന സാധനം. നമ്മുടെ അടുത്തുണ്ട്. വൈപ്പറിനകത്ത് കയറുന്ന അപ്പ് കിടണം കേട്ടോ. എന്തൊരു തണുപ്പാടാ വണ്ടിയിൽ. ഹീറ്റർ ഞാൻ 10-ലിട്ട് വെച്ചേക്കുക. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പോടാ ദീപിയെ, പോയേക്കാം. ഗൈസ് ഇൻഡിക്കേറ്ററിന് നേരെ എതിർവശത്തോട്ടുണ്ട്. ഒന്നും പോയിട്ടൊന്നുമില്ല.
ഒന്നും പോട്ടൊന്നുമില്ല. രാത്രി ആകുമ്പോൾ ലൈറ്റ് ഒന്ന് ശരിയാക്കണേടാ. ഏലൈറ്റാ ഇന്നലെ ഇട്ടതേ അത് ശരിയായില്ല. പൊസിഷൻ ഒന്ന് മാറ്റിയിടണം. ഭയങ്കര പെട്ടെന്ന് എടുക്കുവാണെങ്കിൽ വണ്ടിക്ക് കുഴപ്പമുണ്ടാവില്ല. അല്ല വണ്ടി ഉണ്ടോ, അത് ഭയങ്കര സ്പീഡിലാണ് വരുന്നത്, നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. തണുപ്പായതുകൊണ്ട് രുചി വ്യത്യാസം ഉണ്ട് കേട്ടോ തേന്. ആണോ? ആദ്യത്തെ തേന ഏതായിരുന്നു? അതായിരുന്നു ടേസ്റ്റ്. ചെറുതേൻ. ഇത് ചെറുതേനാ? ഇത് ചെറുതേൻ, അതാ നമ്മൾ മേടിച്ചത്. മറ്റേതോ? മറ്റേതേതൊന്നും അറിയില്ലടാ, കലക്കൊന്നും അല്ലായിരിക്കും എന്ന് വിശ്വസിക്കാം. ഇവിടെ എങ്ങനെ തണുപ്പത്തെ തേൻ വരുവാ? നേരത്തെ മേടിച്ച് എടുത്തു വെച്ചായിരിക്കും, അതേപോലെ വിൽക്കുന്നതായിരിക്കും. ടൗൺ ഏരിയയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് മേടിക്കാൻ വേണ്ടി. നമ്മൾ ഫൈനലി ഹൈവേ കയറി കേട്ടോ. നമുക്കിനി എന്തോരം കിലോമീറ്റർ ഓടണമെന്നറിയാമോ? എന്തോരം ഇനിയുണ്ട് 1400 കിലോമീറ്റർ. ഇന്നത്തെ ദിവസം കുറച്ചാട്ടോ ഓടിയിട്ടുള്ളൂ. ഫൈനലി നമ്മൾ വണ്ടി ഒതുക്കി ഒരു ലൂക്ക് പമ്പിലാണ് ഒതുക്കിയത്. ഇവിടെ ആകുമ്പം നല്ല ഫുഡ് കിട്ടും, പിന്നെ അതേപോലെ തന്നെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും 10-200 രൂപ കിടക്കപ്പ് കാശ് കൊടുക്കേണ്ടി വരും. ഇന്ത്യയിൽ ധാബയിൽ പോലും എനിക്ക് പൈസ കൊടുക്കാതെ അടി ഉണ്ടാക്കിയാണെന്ന് ഞാനില്ലെങ്കിലും അല്ല ലിബി. ഇവിടെ വന്നിട്ട് പൈസ കൊടുക്കണം. ഈ പണ്ടാരത്തിൻ്റെ അകത്ത് ഇത് തീർന്നു കേട്ടോ. ഇത് ഒഴിക്കുക. എത്ര മണിക്കൂറായി? നീ വന്നേ, നീ വന്നേ, നീ ഇവിടെ നിന്നേ, നീ പൊക്കി ഒഴിക്കാൻ പറ്റൂടാ? നമ്മൾ അവിടെ നിന്ന് ഒഴിച്ചല്ലേ? ഒഴിച്ചോ. നാളെ കിടക്കാൻ പറ്റുള്ളൂ. ഒഴിച്ചോ, ഒന്നും ആയിട്ടില്ല. ഇങ്ങോട്ട് അടുപ്പിച്ച് പിടിച്ചോ. ഒഴിച്ചോ. ഇന്നും ഇത് തന്നെ അവസ്ഥ. ഇന്ന് എത്ര പോയി? ഈ മതിന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടായിരുന്നു. പുതിയതല്ലായിരുന്നു. ഇന്നും ഡീസലിൽ തന്നെ, ഇന്നലെ ഇത് തന്നെ, ഇന്നും ഇത് തന്നെ. ഇത്ര സ്പ്രേ അടിച്ചാലടാ, നല്ല മണത്തിന് വേണ്ടി. ഒന്നാന്തരം തുണിയും പോയി. ഈ തുണിക്കൊക്കെ ഇവിടുത്തെ ഭയങ്കര വില കേട്ടോ. എന്ത് ചെയ്ത് അടയ്ക്കുന്ന? പുറത്ത് 100 രൂപ, പമ്പിൽ 500 രൂപ. സന്തോഷം, ആനന്ദം. നാളെ എത്ര പിടിക്കണം? എന്നാ വണ്ടി ഓടിക്കണം? 800 കിലോമീറ്റർ. 800 ഉള്ളൂ. ചെച്ചന്നി എത്തി. ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ റഷ്യ. റഷ്യ ഈസ് എ ഫിനിഷ്. എല്ലാവർക്കും നമ്മുടെ റഷ്യ കൂടി ഇഷ്ടമായെന്ന് കരുതണം. നമ്മുടെ മോസ്കോന്ന് വന്ന ഭാഗ്യ കേട്ടോ. അവിടെയൊക്കെ ഡ്രോണൊക്കെ പറയുന്നത് കേട്ടോ. സത്യം. ഇപ്പൊ നമ്മളാ ആ ഒരു ഭാഗത്തോട് ചേർന്നാടാ വണ്ടി ഓടുന്നേ. പണിയാണ്. എത്ര ഇവിടെ നമ്മൾ പോണം, എപ്പോഴാണ് എന്താണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. മണം ഉണ്ടോടാ? ചെറുതായിട്ട് മണമുണ്ട്. ഡീസലിൻ്റെ മണമുണ്ട്. ശരി, ഇട്ടിട്ടേ കുറയ്ക്കാം അല്ലേ? അതായിരിക്കും ബുദ്ധിപരമായി നീക്കം. ഗൈസ്, അപ്പോൾ നാളെ ഒരു കിടിലം പിടിയായിട്ട് കാണാം അല്ലേ ബേബി? അതുവരെ ഗുഡ് ബൈ. അതിന് ഗുഡ് നൈറ്റ്.